പാവർട്ടി ടൗണിൽ നടപ്പാക്കിയ വൺവേ സംവിധാനം വിജയകരമായതിനാൽ മുഴുവൻ സമയവും വൺവേ സംവിധാനം നടപ്പിലാക്കാൻ തീരുമാനിച്ചു. പോലീസ് അധികാരികളുടെയും പഞ്ചായത്തിന്റെയും നിർദ്ദേശപ്രകാരം രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെയായിരിക്കും ഇനി വൺവേ. വൺവേ തെറ്റിക്കുന്നവർക്ക് ഇനി മുതൽ പിഴയും ഈടാക്കും. വൺവേ സംവിധാനത്തിന്റെ ഭാഗമായി പഞ്ചായത്തിന് മുന്നിൽ പുതിയതായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പാവർട്ടി മെർച്ചന്റ്സ് അസോസിയേഷനാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അസോസിയേഷനുള്ള ആദരവ് പ്രസിഡന്റ് വിജി സെബാസ്റ്റ്യൻ ഏറ്റുവാങ്ങി. പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ഫിജിന, സ്ഥിരം സമിതി അധ്യക്ഷൻ MK അനിൽകുമാർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഉമ്മർ സലീം, VJ വർഗീസ്, സുഹ്റാബി ഹമീദ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീജ ഷാജി, നസീമ ഹാരിസ്, പഞ്ചായത്ത് മെമ്പർമാരായ സരിത രാജീവ്, സുമയ്യ തറയിൽ, ബിന്ദു സാംസൺ, ധന്യ സിബിൽ, ആനി സണ്ണി, ജിൽസ് പാവർട്ടി, KK ലിഷ, ഹബീബ് ഇബ്രാഹിം, അഭിനി ശശി, കമാലുദ്ദീൻ തോപ്പിൽ, KC ഖാദർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ OJ ഷാജൻ, വിമല സേതുമാധവൻ, നേതാക്കളായ ജെറോം ബാബു, സലാം വേൻമേനാട്, ബർട്ടിൻ ചെറുവത്തൂർ, AL ആന്റണി, ഉണ്ണി പാവർട്ടി, ഷെമി മറയ്ക്കൽ, താജുദ്ദീൻ കുരികാട്, അബൂബക്കർ കുരിക്കാട്, സച്ചിദാനന്ദൻ, ജാക്സൺ കാട്ടൂക്കാരൻ, സിജിൽ വർഗീസ്, ലിസാപ്പോൾ തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ സമയ വൺവേ ആണ് ഇനി മുതൽ പാവർട്ടിയിൽ. രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ പാവർട്ടിയിൽ വൺവേ ആയിരിക്കും എന്ന് പോലീസ് അധികാരികളും കൂടെ അറിയിച്ചിട്ടുണ്ട്. വൺവേ ലംഘിക്കുന്നവർക്ക് പിഴയും കൂടെ ഇന്ന് മുതൽ ആരംഭിക്കുന്ന കാര്യം കൂടെ അറിയിക്കുകയാണ്.